ഞാൻ പറഞ്ഞത് ഞാൻ മുൻ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ആവശ്യമുള്ള ഒരു ഫോക്കസ് ഈ മേഖലയ്ക്കുണ്ടായി. ഉദാഹരണത്തിന് കഴിഞ്ഞ വർഷം ഗവൺമെന്റ് പ്രഖ്യാപിച്ചു ഇതിനു വേണ്ടി 100 കോടി രൂപ അനുവദിച്ചു. വന്യ ശല്യത്തിന് 100 കോടി അനുവദിച്ചു എന്ന് പറഞ്ഞു. ഞാൻ പരിശോധിച്ചപ്പോൾ എല്ലാ വർഷവും 300 കോടിയാണ്. അതിൽ നിന്ന് ആ ഒരു 100 കോടി 100 കോടി അധികമായി ചെലവാക്കിയില്ല, കൊടുത്തില്ല. അന്നേരം ബാക്കി പ്രഖ്യാപനത്തിൽ 100 കോടിയുണ്ട്. പക്ഷെ ഫലത്തിൽ വരുമ്പോൾ വനത്ത് വകുപ്പിന് കിട്ടിക്കൊണ്ടിരുന്ന 300 കോടി 200 കോടിയായി കുറയുന്നു. അങ്ങനെയല്ല. ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ കുറച്ചുകൂടെ പഠിച്ചിട്ട് എനിക്ക് ആധികാരികമായി ചെയ്യുന്നതിനെ കുറിച്ച് പറയാനൊക്കത്തുള്ളൂ. ഓഡിറ്റ് ഇത് ഞാൻ തന്നെ കൊടുത്ത നിർദ്ദേശങ്ങളിലൊന്നാണ്. അതുകൊണ്ട് ഇതിന്റെ ഭാഗമായി ചിലടത്തൊക്കെ ഒന്നോ രണ്ടോ സ്ഥലത്ത് AI ടൂൾസ് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും ഇതിന് പരിഹാരമാകുന്നില്ലല്ലോ. ഒരു ഏരിയ ആയിട്ട് തിരിച്ച് ക്രിട്ടിക്കലായിട്ടുള്ള 200 ശിഷ്ടം പഞ്ചായത്തുകളുണ്ട് ഏറ്റവും മൊത്തത്തിൽ. അതിൽ ക്രിട്ടിക്കൽ ഏരിയ എങ്കിലും ഐഡന്റിഫൈ ചെയ്ത്, അവിടാണ് ഞാൻ പറഞ്ഞത് 100 ഡേ പ്രോഗ്രാം, 1 ഇയർ പ്രോഗ്രാം എന്നുള്ള നിലയിൽ ആ ഏരിയ ആദ്യം അഡ്രസ് ചെയ്ത് തുടങ്ങണമെന്നാണ് എൻ്റെ മനസ്സിലുള്ളത്. വരും ദിവസങ്ങളിൽ ബാക്കി പറയാം. അതിനും ചില സാങ്കേതിക വശമുണ്ട്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്ന ഒരു തുക, SDRF-ൽ നിന്ന് കൊടുക്കുന്ന വേറെ ഒരു തുക, ഇങ്ങനെയൊക്കെ പലതായിട്ട് തരം തിരിച്ചേക്കുവാണ്. അതിനെല്ലാം ഒരു ഏകീകൃത സ്വഭാവം ഉണ്ടാക്കേണ്ടതുണ്ട്. അത് ഈ വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും, ഞാൻ പറഞ്ഞില്ലയോ ഇപ്പോഴും 2 ദിവസമായുള്ള ഓഫീസിലോട്ട് കയറിയിട്ട്, എന്നാലും ഏറ്റവും പ്രാധാന്യത്തോടു കൂടി 3 ചർച്ചകൾ ഉദ്യോഗസ്ഥരുമായി ഞാൻ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. നാളെ കേരളത്തിലെ എല്ലാ കർഷക സംഘടനകളുമായി ചർച്ച ചെയ്യുന്നു, ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് ചർച്ച ചെയ്യുന്നു. അവരുടെ അഭിപ്രായം കൂടെ കേട്ടുകൊണ്ട് എൻ്റെ ആഗ്രഹം ജൂൺ 5 പരിസ്ഥിതി ദിനത്തിൽ ഗവൺമെന്റിന്റെ നയം പ്രഖ്യാപിക്കാനാകും എന്നുള്ളതാണ്. ഈ മറ്റൊരു മുട്ടൽ മരമുറിക്ക് അല്ല, അത് വനം വകുപ്പിന്റെ കയ്യിലല്ലത്. ഞാൻ അതും പരിശോധിക്കുകയുണ്ടായി. വനം വകുപ്പിന്റെ കയ്യിലല്ല. അത് ബേസിക്കലി ഒരു തെഫ്റ്റ്, മോഷണത്തിന്റെ വകുപ്പിൽ പെടുന്നതാണ്. അതുകൊണ്ട് അത് വകുപ്പ് മന്ത്രിയുമായി ബന്ധപ്പെട്ട റവന്യൂ അധികാരികളുമായിട്ട്, റവന്യൂ മന്ത്രിയുടെയും ബാക്കി മന്ത്രിയുടെ ആഭ്യന്തരമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് കാര്യങ്ങൾ നീക്കുന്നതായിരിക്കും. സങ്കീർണമായ ഒരു വിഷയമായി തന്നെ നിലനിൽക്കുകയാണ്. മുൻകാലങ്ങളിൽ കുറെ അധികം നടപടികൾ എടുത്തിട്ടുണ്ട്, പക്ഷെ അതൊന്നും ഒരു പൂർണ്ണതയിലേക്ക് എത്തിയില്ല. ഉദാഹരണത്തിന്, പ്രാഥമികമായി എനിക്ക് കിട്ടിയ വിവരം, ഇന്ന് സോളാർ ഫെൻസിംഗ് ഉള്ള ഒരു മേഖലയിൽ തന്നെയാണ് സംഭവിച്ചത്. ഞാനത് പഠിച്ചപ്പോൾ സോളാർ ഫെൻസിങ് പലപ്പോഴും ഈ ആട് പച്ചില കടിക്കുന്ന പോലെ ചിലടത്ത് ഇട്ടിട്ടുണ്ട്, ചിലടത്ത് ഗ്യാപ്പുണ്ട്. ഒന്ന് പൂർണ്ണതയിലേക്ക് എത്താൻ സാധിച്ചു. എന്താണെങ്കിലും ഗവൺമെന്റ് വന്നിട്ട് ഒരാഴ്ച ആയതേ ഉള്ളൂ. ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. 3 തരത്തിലാണ് ഇതിനെ അഭിമുഖീകരിക്കാൻ പോകുന്നത്. ആദ്യം ഒരു 100 ഡേ പ്രോഗ്രാം തയ്യാറാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ മാർച്ചിനകം ചെയ്യേണ്ട കാര്യങ്ങളെ തയ്യാറാക്കും. അതുപോലെ ലോങ് ടേം ആയിട്ട് ഒരു 2 വർഷം കൊണ്ട് ചെയ്യേണ്ട എന്താണേലും ഇതിൽ ആദ്യത്തെ ഇത് തന്നെ, എവിടെ ആനിമൽ സൈറ്റിംഗ് ഉണ്ടെങ്കിലും ആ നിമിഷം എന്നെ അറിയിക്കണമെന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ 6:30 മണിക്ക് ഈ സംഭവം ഉണ്ടായി. 7 മണിക്ക് മുമ്പായിട്ട് തന്നെ എനിക്ക് വിവരം കിട്ടി. ഉദ്യോഗസ്ഥരെ അവിടെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഒരു എന്തുകൊണ്ടാണ് ഇത് ഇറങ്ങുന്നത് എന്നുള്ള ഒരു ശാസ്ത്രീയ പഠനവും ഇതുവരെ ഗവൺമെന്റിന്റെ പക്കലില്ല. അതാണ് എന്നെ ഞെട്ടിച്ചത്. ഇതിന്റെ മൃഗങ്ങളുടെ എണ്ണത്തിന്റെ പെരുപ്പമാണോ, അവിടെ ഭക്ഷ്യത്തിന്റെ ദൗർലഭ്യമാണോ, പോരായ്മയാണോ, കുടിവെള്ളത്തിന്റെ പോരായ്മയാണോ, എന്താണ് ഇതിന് പ്രേരിപ്പിക്കുന്നത് എന്നുള്ള ഒരു പഠനവും ഇതുവരെ ഗവൺമെന്റിന്റെ കയ്യിലില്ല. അത് അടിയന്തരമായി അതിൻ്റെ ഒരു ഹ്രസ്വമായ റിപ്പോർട്ട് അടിയന്തര പ്രാധാന്യത്തോട് നൽകാൻ ഞാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതെല്ലാം ലോങ് ടേം മെഷേഴ്സാണ്. ഷോർട്ട് ടേം മെഷേഴ്സ് എന്നുള്ള നിലയിൽ വരും ദിവസങ്ങളിൽ ഇപ്പൊ എനിക്ക് എങ്ങനെ വന്നാലും ഒരു 10 ദിവസം കൂടെങ്കിലും വേണം ഇതിനെ കുറിച്ചൊരു തീരുമാനമെടുക്കാൻ അതുവരെ. പക്ഷേ കോമ്പൻസേഷൻ ബ്രോഡായിട്ട് പറഞ്ഞാൽ 3 സ്ട്രാറ്റജി 3ആയിട്ടാണ്. 1 കണ്ടെയ്ൻമെന്റ്, വനത്തിൽ തന്നെ കണ്ടെയ്ൻ ചെയ്യാനുള്ള നടപടി. 2 മിറ്റിഗേഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ ആഘാതം കുറയ്ക്കാൻ, പുറത്തോട്ട് വരുമ്പോൾ ആഘാതം കുറയ്ക്കും. എന്നിട്ടും പുറത്തോട്ട് വരുവാണെങ്കിൽ കോമ്പൻസേഷൻ സമയബന്ധിതമായി കൊടുക്കാൻ ഈ 3 ഇതായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. നാളെ എല്ലാ കർഷക സംഘടനകളുമായി ചർച്ച ചെയ്യുന്നുണ്ട്. ഈ ഗവൺമെന്റ് ഒരു കാര്യം അസന്നിഗ്ധമായി പറയാൻ ആഗ്രഹിക്കുന്നു. ഈ വകുപ്പ് ജനങ്ങൾക്കെതിരെയുള്ള വകുപ്പല്ല, ജനങ്ങളുടെ മേൽ കുതിര കയറാനുള്ള വകുപ്പല്ല. അതിർത്തിയിൽ താമസിക്കുന്ന മലയോര കർഷകരെ അടക്കം വിശ്വാസത്തിലെടുത്ത് അവരുടെ കൂടി സഹകരണത്തോടു കൂടി നമുക്ക് ഈ പ്രശ്നത്തിന് പരിഹാരം കാണണം. അല്ലല്ല, അത് ഞാൻ പറഞ്ഞ കേന്ദ്രം ആവശ്യപ്പെടുന്നത്, ആഗ്രഹിക്കുന്നത് 33% വനം വേണമെന്നാണ്. ദേശീയ ശരാശരി 20%. കേരളം ഇന്ന് നിൽക്കുന്നത് 29.6%. കേരളം പോലെ ജനസാന്ദ്രതയുള്ള ഒരു പ്രദേശത്ത് ഇതുകൂടാതെ പ്ലാന്റേഷന്റെ കവറൂടെ നോക്കുകയാണെങ്കിൽ 42-43% ഗ്രീൻ കാനോപ്പി ഉള്ളതാണ്. അന്നേരം കേരളത്തിന്റെ മാക്സിമം എത്തിയിട്ടുണ്ട് നമ്മുടെ ഇത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ പറയുന്നതിൽ അർത്ഥമില്ല.
ഇതിനെല്ലാം സംസ്ഥാനത്തിൻ്റെതായിട്ടുള്ള കാഴ്ചപ്പാട് രൂപപ്പെടും. അത് കേന്ദ്രവുമായി ചർച്ച ചെയ്യേണ്ട ഭേദഗതി ആവശ്യമുള്ളതിന്റെ ഭേദഗതി അല്ല, വനത്തിനകത്തു നിന്നുള്ള ഒരു ഇവാക്യുവേഷൻ പ്രോഗ്രാം അത് വോളണ്ടറി ആയിട്ട് പുറത്തു വരേണ്ടി ആദിവാസികൾ വനത്തിനകത്ത് താമസിക്കുന്നവർക്ക് പുറത്തു വരാൻ വേണ്ടിയുള്ളത് ആ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. പക്ഷെ ആവശ്യം പര്യാപ്തമായ ഫണ്ട് ഇല്ലാത്തത് കൊണ്ട് കുറെ പേര് വന്ന് ബാക്കി കുറച്ചുപേര് വനത്തിനകത്ത് തന്നെ താമസിക്കാൻ ആഗ്രഹിക്കുന്നത് അത് നമുക്ക് നിർബന്ധിച്ച് ഒഴിപ്പിക്കാൻ സാധിക്കത്തില്ല. ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം പഠിക്കാം, ഇത് ചെയ്യാം. ഞാൻ ആദ്യം തന്നെ ഇന്നലെ ബഹുമാനപ്പെട്ട കേരള ഗവർണറെ യാദൃശ്യമായ ഒരു ചടങ്ങിനെ വെച്ച് കോട്ടയത്ത് വെച്ച് കണ്ടു. അദ്ദേഹത്തിന് ഞാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം മുൻ ഒരു വനംവകുപ്പ് മന്ത്രിയായിരുന്നു ഗോവായി. അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ അറിയാം. ആദ്യം നമുക്ക് ഈ പറഞ്ഞ ഓരോ ഇപ്പം കാട്ടുപന്നി ഏറ്റവും വലിയ വിഷയമാണ്. ഞാൻ ബഹുമാനപ്പെട്ട ഗവർണർക്ക് ആവശ്യപ്പെട്ട് അദ്ദേഹത്തിന്റെ സഹായം ആവശ്യപ്പെട്ടു. അതിനെ നമ്മൾ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണം. കാരണം കാട്ടുപന്നി വനത്തിൽ നിന്ന് മാറി തീരദേശ മണ്ഡലമായ ചവറയിൽ മിനിഞ്ഞാന്ന് 4 കാട്ടുപന്നിയെ കാണുന്ന സാഹചര്യം ഉണ്ടായി. അന്നേരം അതൊക്കെ ആ സാഹചര്യം നമുക്ക് വിശദീകരിച്ച് കൊടുക്കേണ്ടതുണ്ട്. ബാക്കി നമുക്ക് വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.